ഹേ ലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് ജെൽ അഥവാ മോയ്സ്ചറൈസറാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം വേണം. അതിങ്ങനെ പാത്രത്തിലൊഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ റിങ്കിൾ ഫ്രീ ഒക്കെ ആക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു ഒന്നാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും വളരെയേറെ നല്ലതാണ്. അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ശംഖുപുഷ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നല്ല കുറേ എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിളപ്പിച്ച് ഒരു കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളമാവുന്ന വരെ നമ്മളിങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണേ, വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. ഈ ശംഖുപുഷ്പം ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ദഹന പ്രക്രിയകൾക്കും കൂടി ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഈ വെള്ളം നീല കളറുള്ള വെള്ളമാണ്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നത്. മോയ്സ്ചറൈസർ ഫേസ് ജെല്ല് ഉണ്ടാക്കണേ. ഇതുപോലെ നമുക്കൊരു അലോവേറ ജെല്ല് വേണം. അതിനായിട്ട് നമ്മൾ ഈ അലോവേറ ജെല്ലിനകത്താണ് മിക്സ് ചെയ്തുണ്ടാക്കണേ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെയേറെ നല്ലതാണ്. സ്കിന്നൊക്കെ വളരെ ബ്രൈറ്റ് ആവാനും ടാനൊക്കെ പോകാനും വളരെയേറെ ഇത് സഹായിക്കും. പിന്നെ ഇതുപോലൊരു ചെപ്പ് നമുക്ക് എടുക്കണം. അതിനകത്തേക്കാണ് നമ്മളിത് 2 സ്പൂൺ അലോവേറ ജെല്ല് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേറ ജെല്ല് നന്നായിട്ട് ഒരു പരിവാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ലൂസോ ടൈറ്റോ ഒക്കെ ആക്കുന്ന വരെ നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് ഇഷ്ടമുള്ള തരത്തിലാക്കിയെടുക്കുക. ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പ്രക്രിയയ്ക്ക് മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും തലച്ചോറിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും ഒക്കെ വളരെയേറെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയിൽ നട്ട് വളർത്തുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയണേ. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം. നല്ല പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ ഇതുപോലെ ചെപ്പിനകത്തേക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ചെപ്പിനകത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഡേയും നൈറ്റും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗകര്യാനുസൃതം നമുക്ക് യൂസ് ചെയ്യാം. ഇത് എൻ്റെ ഇത് കാണുമ്പോൾ ഇത് ബ്ലൂ കളർ നല്ല എടുത്തറിയില്ലെങ്കിലും നേരിട്ട് നോക്കിയാൽ നല്ല ബ്ലൂ കളറാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വയലറ്റ് നിറത്തിൽ ഇതിരിക്കും. അപ്പോൾ ഇതിൽ കാണാൻ എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ഇതിക്ക് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ബൈ.